സാർ, നവീൻ ബാബുവിൻ്റെ വിഷയം പുതിയ വഴിത്തിരിവിലേക്ക് കടക്കുകയാണ്. CBI അന്വേഷണം വേണമെന്നാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം സർക്കാർ CBI അന്വേഷണം അതിൽ നടത്താൻ തയ്യാറാകുമോ എന്നുള്ളൊരു കാര്യം ചോദ്യചിഹ്നമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. PP ദിവ്യ ഇപ്പോൾ സുഖിച്ച് കഴിയുന്നുണ്ട് എന്നാണ് പ്രതിപക്ഷ പാർട്ടികളടക്കം ആരോപിക്കുന്നത്. PP ദിവ്യക്കെതിരെ യാതൊരുവിധ നടപടിയും ഇനി ഉണ്ടാകില്ല. PP ദിവ്യ ഇലക്ഷൻ സമയമായതുകൊണ്ട് സർക്കാർ നിർബന്ധിതരായതാണ് നടപടിയെടുക്കാൻ എന്നും അവർ ആരോപിക്കുന്നുണ്ട്. ഇപ്പോൾ കോടതി ഇതിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നറിയാൻ സാധിക്കുന്നു. എന്താണ് ഇതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ? ഈ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള അന്വേഷണവും പുരോഗമിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്. ആദ്യം ഇതുവരെ പറഞ്ഞ് ഒപ്പിച്ചു ആത്മഹത്യയാണ് എന്നുള്ളത്. എന്നിട്ട് ആത്മഹത്യ പ്രേരണ കുറ്റം മാത്രം ചുമത്തിക്കൊണ്ട് ദിവ്യയെ അകത്തേക്ക് വിട്ടു. എന്നിട്ട് ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്തു. എന്നിട്ട് കളക്ടറെ കൊണ്ട് പറയിപ്പിക്കുന്നു തെറ്റു പറ്റി എന്നുള്ളത്. ഇതെന്തിനു വേണ്ടിയാണ്? ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കുന്നതിന്. ഇതിനു വേണ്ടിയിട്ട് പിന്നെ അതിനു മുമ്പും വേറെ ചില നാടകീയ സംഭവവികാസങ്ങളുണ്ടായി. ഒരു പ്രമുഖ പത്രത്തിനകത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുന്നതായിട്ടുള്ള വാർത്ത വരുന്നു. അദ്ദേഹം പിന്നെ തിരിച്ച് പോകുന്നു, ക്വാർട്ടേഴ്സിലേക്ക് പോകുന്നു. അതിനിടയ്ക്ക് പാളത്തിലൂടെ ഇറങ്ങി നടന്നു. ഇതൊക്കെ എന്താണ്? അദ്ദേഹത്തിലൊരു ആത്മഹത്യയുടെ ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇവർ ഈ വാർത്ത ഇതിനെ വളച്ചൊടിക്കുകയാണ് ചെയ്യുന്നത് ജനങ്ങളുടെ ഇടയിലേക്ക്. കാരണം ഈ നവീൻ ബാബുവിൻ്റെ മരണമെന്ന് പറയുന്നത് കേരളീയരുടെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് വിട്ടുമാറാത്ത ഒരു കാര്യമാണ്. അവരുടെ കുടുംബത്തിനെ മാത്രമല്ല വേദനിപ്പിച്ചത്, മനസ്സാക്ഷിയുള്ളവരുടെ മുഴുവൻ ഞെട്ടിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇതിൻ്റെ ദുരൂഹതകൾ അഴിയണം, ഇതിലെന്താണ് നടന്നതെന്ന് അറിയണമെന്നും കേരളത്തിലുള്ളവർ താല്പര്യപ്പെടുന്നുണ്ട്. ഇത് പോലീസ് അന്വേഷിക്കുന്നുമില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഈ പലയിടങ്ങളിൽ നിന്നും ഈ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കണം. മുനീശ്വരൻ കോവിലിൻ്റെ അവിടെ വന്ന് ഇറങ്ങി, അതുപോലെ പിന്നീട് അവിടെ നിന്ന് ഓട്ടോ പിടിച്ചു പോയി എന്ന് പറയുന്നുണ്ട്, അല്ലെ ടാക്സി പിടിച്ചു പോയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പ്രദേശത്തുള്ള ഓട്ടോറിക്ഷക്കാരെയും ടാക്സിക്കാരെയും ചോദ്യം ചെയ്യണം. അത്തരത്തിലുള്ള കാര്യങ്ങൾ ശേഖരിക്കണം. അതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ CCTV ദൃശ്യം ഇതൊന്നും തന്നെ പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല. ഈ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൽ നിന്നുള്ളവർ വരുന്നതിന് മുമ്പ് തന്നെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തയ്യാറാക്കി. ബന്ധുമിത്രാദികളുടെ അനുമതിയോടുകൂടി വേണം പോസ്റ്റ്മോർട്ടത്തിലേക്ക് പോകേണ്ടത്. അതും അവിടെ ലംഘനം നടന്നു. അതിനകത്തൊക്കെ തിരക്ക് കൂട്ടുകയും ചെയ്തു. കളക്ടർ ഇതിനകത്ത് ഒരു നിർണായക പങ്ക് വഹിക്കുകയും കൂടി ചെയ്യുന്നു. ഇപ്പോൾ കളക്ടർ ഡൽഹിക്ക് മുങ്ങി എന്നാണ് അറിയുന്നത്. ഇത് എന്തിനു വേണ്ടിയാണ്? CBI വരുന്നതിനെ ഭയക്കുന്നു. CBI അന്വേഷണം വേണമെന്ന് വീട്ടുകാരും ആവശ്യപ്പെടുകയാണ്. അപ്പോൾ പാർട്ടി സെക്രട്ടറി പറയുകയാണ് അങ്ങനെ CBIക്ക് വിടുന്നതിന് പാർട്ടിക്ക് അതിനോട് യോജിക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല, ഇവിടുത്തെ അന്വേഷണം തന്നെ തൃപ്തികരമാണ്, ഇത് ആത്മഹത്യയാണ് നവീൻ ബാബുവിൽ നിന്നുണ്ടായിരിക്കുന്നത്, പിന്നെ എന്തിനാണ് CBI? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാർട്ടി ഇതിനെ ഭയക്കുന്നു എന്നുള്ളതാണ്. ഇതിനകത്തെ അപകടം പാർട്ടി മണത്തറിയുന്നുണ്ട് എന്നുള്ളതാണ്. ഈ കണ്ണൂരിലെ സംബന്ധിച്ചിടത്തോളം അവിടെ നിരവധി ഈ കാര്യങ്ങൾ വഴിവിട്ട രീതിയിൽ ഇദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അനധികൃതമായി ധാരാളം പമ്പുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ പെട്രോൾ പമ്പ് എന്ന് പറഞ്ഞാൽ മുക്കിന് ഓരോ പോസ്റ്റിൻ്റെ ചുവട്ടിലും അനുവദിക്കാനുള്ളതല്ല. കണ്ണൂർ തളിപ്പറമ്പ് ഭാഗങ്ങളിലൊക്കെ തന്നെ ബിനാമി ഇടപാടുകൾ അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ നവീൻ ബാബു ADM ആയിരിക്കുമ്പോൾ അദ്ദേഹത്തെ അവിടെ നിന്ന് വിടാതെ തന്നെ പാർട്ടി പിടിച്ചു നിർത്തിയിരുന്നു. പിടിച്ചു നിർത്തിയതിൻ്റെ കാരണം എന്താണ്? ഇവരുടെക്കനുസരിച്ച് താളത്തിന് തുള്ളാൻ വേണ്ടിയായിരുന്നു. അവസാനം വന്നു കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിന് നിൽക്കക്കള്ളിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് അതിനോട് ചില കാര്യങ്ങളോട് മുഖം തിരിഞ്ഞു നിന്നത്. അതാണ് PP ദിവ്യയെ പോലുള്ളവരെയൊക്കെ തന്നെ ചൊടിപ്പിച്ചത്. ഇതിൽ പിന്നിൽ PP ദിവ്യ മാത്രമൊന്നുമല്ല, കണ്ണൂർ ജില്ലയുടെ CPMൻ്റെ ഘടകത്തിന് തന്നെ ഇതിൻ്റെ ഉത്തരം പറയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. കളക്ടറെ കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യിക്കുന്നു. ഇപ്പോൾ അതാണ്ട് CBIക്ക് വിടുന്നത് പാർട്ടി എന്തായാലും മനസ്സിലാക്കിയിരിക്കുകയാണ്. ഹൈക്കോടതി കേസ് ഡയറി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഹൈക്കോടതി കേസ് ഡയറി ആവശ്യപ്പെട്ടതോടുകൂടി ചിത്രം മാറിയിരിക്കുകയാണ്. അപ്പോൾ അത് CBIക്ക് പോകാനുള്ള സാധ്യത വരെയും ചെയ്യുന്നുണ്ട്. പിന്നെ കളക്ടറുടെ മൊഴി ഇതുവരെ എടുത്തിട്ടില്ല. കളക്ടറുടെ മൊഴി എടുക്കണം.
അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കളക്ടർ എന്തോ കാര്യങ്ങൾ മാത്രം എഴുതി കൊടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ ഇരുന്ന് മൊഴിയെടുത്തിട്ടില്ല. അതുപോലെ തന്നെ നവീൻ ബാബുവിൻ്റെ വീട്ടുകാരുടെ മൊഴി ഒരു പേരിന് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതൊക്കെ നമുക്ക് ഒരുപാട് സംശയം ഉണ്ടാക്കുന്ന കാര്യമാണ്. ആ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇത് CBI അന്വേഷണത്തിലേക്ക് പോകണമെന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അത് പിന്നെ ഈ നവീൻ ബാബുവിൻ്റെ വീട്ടുകാരെ അതിശക്തമായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പേരിൽ ഇനിയും നവീൻ ബാബുവിൻ്റെ ഭാര്യയെ അവർ ജോലി സ്ഥലത്ത് ഏതൊക്കെ തരത്തിൽ ഉപദ്രവിക്കുമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. പത്തനംതിട്ട ജില്ലാ പാർട്ടി ഘടകം ഇവരോടൊപ്പം നിൽക്കുന്നു, കേരളം മുഴുവൻ ഇവരോടൊപ്പം CPMൻ്റെ ആൾക്കാർ നിൽക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇനി അവർ കാര്യത്തിലേക്ക് അടുക്കുമ്പോൾ CPM മുഴുവൻ പ്രതിക്കൂട്ടിലേക്കാകുമ്പോൾ കാര്യങ്ങൾ മാറും എന്നുള്ളതാണ്. എന്തായാലും കളക്ടർ ഇതിനകത്ത് പിടി വീഴും. കളക്ടർ പാർട്ടി പറയുന്നതനുസരിച്ച് നിന്ന് തുള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ വലിയ തെറ്റുപറ്റി എന്ന് കളക്ടർ എന്ന് പറയുന്നുണ്ടല്ലോ, കളക്ടർ എടുക്കൽ പറഞ്ഞു എന്നാണ് പറയുന്നത് നവീൻ ബാബു. എന്ത് തെറ്റുപറ്റി എന്നാണ്? അത് കൈക്കൂലി വാങ്ങിയതിൽ തന്നെയാണോ? അല്ല. ഇനി ഒരുപക്ഷെ ഈ യാത്രായപ്പിൽ ഞാൻ പങ്കെടുത്തത് തന്നെ വലിയ തെറ്റാണ് പറ്റിയത്. കാരണം ഒരു സ്ത്രീ പരസ്യമായി വന്ന് അപമാനിക്കുകയാണ് ചെയ്തത്. ആ അപമാന ഭാരത്താലാണ് അദ്ദേഹം ആത്മഹത്യയിലേക്ക് പോയത് എന്ന് എടുത്താൽ തന്നെയും ഇപ്പോൾ അതല്ല, സംഭവങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒന്നായിരിക്കത്തില്ല. കാരണം അവിടെ കണ്ണൂരിലെ വൻ ഭൂമി ഇടപാടുകൾ, പലതരത്തിലുള്ള പിന്നെ സർക്കാർ അധീനതയിലുള്ള സ്ഥലങ്ങൾ പോലും ഈ വ്യാജ പട്ടയം ഉണ്ടാക്കി വമ്പന്മാരുടെ പേരിലേക്ക് പോയിട്ടുണ്ട്. ഇതൊക്കെ ആർക്കറിയാം? നവീൻ ബാബുവിന് അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ രഹസ്യങ്ങളെല്ലാം പുറത്തു വരും എന്നുള്ളത് പാർട്ടിക്ക് നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇദ്ദേഹത്തെ മുനീശ്വരൻ കോവിലിൻ്റെ അവിടെ ഇറക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പോയത് വിജിലൻസ് ഓഫീസറെ കാണുന്നതിന് വേണ്ടിയാണ് എന്നും പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഫയലുകളും ഉണ്ടായിരുന്നു പറയുന്നുണ്ട്. ഈ ഡ്രൈവറെ ഒഴിവാക്കിയല്ലോ, കാറും ഔദ്യോഗിക വാഹനവും അങ്ങ് വിട്ടു. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ആ അപകടം പാർട്ടി മനസ്സിലാക്കുന്നുണ്ട്. ആ അപകടം മനസ്സിലാക്കി ഇതെല്ലാം CBI അന്വേഷണം വരികയാണെന്നുണ്ടെങ്കിൽ ഈ കഥകളുടെ എല്ലാം ചുരുളഴിയും. നവീൻ ബാബുവിനെ കൊല ചെയ്തത് മാത്രമല്ല, കണ്ണൂരിലെ സകല തരത്തിലുള്ള ബിനാമി ഇടപാടുകളും പൊളിച്ചെടുക്കും. പാർട്ടി ഏതെല്ലാം തരത്തിലെ അനധികൃതമായിട്ടുള്ള സ്വത്ത് സമ്പാദനവും ഈ ബിനാമി ഏർപ്പാടുകളും നടത്തിയിട്ടുണ്ട് എന്നുള്ളതും രംഗത്തേക്ക് വരുമെന്നുള്ളതാണ്. പാർട്ടിയുടെ രാഷ്ട്രീയ തലസ്ഥാനമല്ലേ കണ്ണൂര്, അവിടുത്തെ അവരുടെ മേൽവിലാസം തന്നെ നഷ്ടപ്പെടുമെന്നുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് കനത്ത തിരിച്ചടി ഉണ്ടാക്കും എന്ന് പാർട്ടി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് MV ഗോവിന്ദൻ ഹാലിളകിയല്ലേ പറയുന്നത്, CBI ഒന്നും വരേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ പിന്നെന്താ പറയുന്നത്, CBI വരട്ടെ, നേരെ അറിയണമല്ലോ നമുക്ക് എന്നല്ല പറയുന്നത്. CBIയുടെ ആവശ്യമില്ല. ഇവിടുത്തെ കേരളത്തിലെ പോലീസുകാർ അന്വേഷിച്ചാൽ ആ അന്വേഷണം എവിടെ വരെ പോകുമെന്ന് നമുക്കറിയാം. പിണറായി വിജയന്റെ പോലീസാണ്, അത് എവിടെ നിർത്തണമെന്നും അറിയാം. ഇപ്പൊ PP ദിവ്യയെ സംരക്ഷിക്കുന്നില്ല ഇവരെല്ലാം. അതെന്തുകൊണ്ട് തന്നെയാണ്? ഇവർക്ക് ഈ PP ദിവ്യ മാത്രമല്ല, PP ദിവ്യയുടെ ആ ഒരു വാക്കൊന്നുമല്ല, അതിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അത് പാർട്ടി തലത്തിൽ തന്നെയാണ് എന്നുള്ളതും വ്യക്തമാണ്. അപ്പോൾ തീർച്ചയായിട്ടും കളക്ടറും ഇതിൻ്റെ ഈ പാർട്ടിയുടെ ഇരയായി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. കളക്ടറെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു. അപ്പോൾ കളക്ടറും കുടുങ്ങും, കളക്ടറുടെ സർവീസിൽ തന്നെ തെറിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. കളക്ടർ വിചാരിച്ചു എന്നും പിണറായി വിജയൻ്റെ ഭരണമായിരിക്കും ഇവിടെ നടക്കുന്നത്. അപ്പോൾ പിണറായി വിജയൻ്റെ ഭരണത്തിലൂടെ കേരളത്തിൽ സുരക്ഷിതമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ കൂട്ടുനിന്നുകൊണ്ട് വീണ്ടും തനിക്ക് അധികാരത്തിൽ തൻ്റെ ഈ സ്ഥാനമാനങ്ങളിൽ ഇരുന്ന് പോകാമെന്നാണ് കളക്ടറും കരുതിയത്. പക്ഷേ ഇനി അതിനെല്ലാം തന്നെ പിടിവീഴാൻ പോവുകയാണ്. CBI വരും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. കാരണം ഹൈക്കോടതി ഈ കേസ് ഡയറി ആവശ്യപ്പെട്ടിരിക്കുന്ന സ്ഥിതിക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്, സംഗതി വഷളായി ഇരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.